ഇത്തവണ കുരുമുളക് പല കാലുകളിലും കുറവാണെങ്കിലും ഉള്ളത് ഒരു തിക്നെസ് ഉള്ള സൈസാണ്. നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള സൈസുകളാണ് പ്രാവശ്യത്തെ കുരുമുളകൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മറ്റേത് ഇടവിട്ട് ഇങ്ങനെ ഇതുപോലുള്ള തിരികളാണ് കാണുക, അല്ലെങ്കിൽ ഇതിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ. എന്നാൽ ഇത് മിക്കതും നല്ല തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് കാണുന്നത്. ചിലതൊക്കെ ഒഴിച്ചാൽ തിക്നെസ് എല്ലാത്തിനുണ്ട്. എന്നാൽ കുരുമുളക് പലയിടത്തും കുറവാണ്. ഭാഗത്ത് കാലാവസ്ഥൻ്റെ ആയിരിക്കും. കുരുമുളക് കുറവാണ് എന്നത് മാത്രമല്ല, കുരുമുളകൊക്കെ പല കാലുകളും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പൈപ്പൊക്കെ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം വെച്ചതാണ്, അതൊക്കെ നഷ്ടപ്പെട്ടു കാണും. 10-20 കാലോളം നമുക്ക് ഇപ്രാവശ്യം കുരുമുളക് നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ അതൊക്കെ വീണ്ടും പിടിപ്പിച്ചെടുത്തിട്ട് വേണം. 3-4 വർഷത്തോളം പഴക്കമുള്ള കാലുകളൊക്കെ, ഈ രീതിയിലുള്ള കാലുകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുക എന്നത് വളരെ വേദന തന്നെയാണ്. എങ്കിലും എന്ത് ചെയ്യാനാ, ചില കാലാവസ്ഥയുടെ മാറ്റങ്ങളൊക്കെ അതിലൊക്കെ പല നഷ്ടങ്ങളും ഉണ്ടാവും. ഇതിനിപ്പോൾ എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇതിൻ്റെ കൂടെ വാടിയതൊക്കെ ഉണങ്ങിപ്പോയി. അതുകൊണ്ട് മുമ്പ് നമ്മൾ പല വീഡിയോയിലും കുറേ ഉണങ്ങിയത് കാണിച്ചിരുന്നു. അപ്പോൾ വീണ്ടും ഉണങ്ങിക്കൊടുങ്ങാണ്. നമ്മുടെ തോട്ടത്തിൽ പ്രധാനമായിട്ടും കുരുമുളകിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കഴുങ്ങിലും തെങ്ങിലും പൈപ്പിലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കുറേ പ്രാവശ്യം ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണിത് ഉണങ്ങാൻ വേണ്ടി ഇരിക്കുന്നത്. കുരുമുളക് തിരിയോട് കൂടിയിട്ട് ഉണങ്ങാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഉണങ്ങുന്നതിൻ്റെ വീഡിയോ മുമ്പേ ഇട്ടപ്പോൾ ആരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു, തോട്ടത്തിൽ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ കുരുമുളകിനും ബാധിക്കുമെന്നൊക്കെ. എന്തോ അറിയില്ല, കാത്തിരുന്ന് കാണണം. എല്ലാ കാലുകൾക്കും ബാധിച്ചാൽ പിന്നെ കുരുമുളക് കൃഷി പിന്നെ അതോടെ അവസാനിപ്പിക്കാനേ കഴിയുള്ളൂ. കാരണം അത്രയും എഫക്റ്റ് എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. പൈപ്പും കഴുങ്ങിലായിട്ടും തെങ്ങിലായിട്ടൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും എഫക്റ്റ് എടുത്തിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി അവസാനിക്കുമ്പോൾ പിന്നെ നമ്മളെന്ത് തീരുമാനം എടുക്കും? എന്നാൽ കുറ്റിക്കുരുമുളകിന് ഇപ്രാവശ്യത്തെ അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും എത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ 2 തടം പോയി എന്നല്ലാതെ ഇവിടേക്കൊന്നും ബാധിച്ചിട്ടില്ല. അപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നമാണ് ഇതൊക്കെ. ചില കാലാവസ്ഥയിൽ ചിലയിടത്ത് വെള്ളം കൂടുതലായിട്ട് കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കുരുമുളക് കൃഷിയിലൂടെയുള്ള അറിവുകളും വിവരങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ കുരുമുളക് തൈകളും കുറ്റിക്കുരുമുളകിൻ്റെ തൈകളൊക്കെ ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. അതൊക്കെ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ ഇത് കൃഷി ചെയ്യരുത് എന്ന് മാത്രം. അല്ലാത്തടത്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാതിരി രോഗങ്ങളൊന്നും വരില്ല. വെള്ളക്കെട്ട് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് കുരുമുളക് കൃഷിയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.